ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം സാധാരണ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ചായ വയ്ക്കുന്നതോ ചായ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ചോറ് വയ്ക്കുന്നതൊക്കെ കാണിക്കുക. അപ്പോൾ ഇന്നത് രണ്ടുമില്ല. കാരണം ഇന്ന് രണ്ടും രാവിലെയായിട്ട് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീങ്ങിയിട്ട് വരുമ്പോൾ തന്നെ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും രണ്ട് പണി കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ അമ്മ രാവിലെ പിന്നെ കുറച്ച് നേരം പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം റൂമിൽ ഇങ്ങനെ പോയിരിക്കും. അപ്പോഴേക്കും എൻ്റെ മെയിൻ രണ്ട് പണി അമ്മ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചെയ്യാൻ സൈഡിട്ട് കഴിക്കുക. അതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കുക. അപ്പം ചായയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിയത്തെ പരിപാടിയാണ്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത് വെക്കും എന്നുള്ളത്. അത് വേറെ ഒന്നല്ല, നമ്മൾ ഉരുളൻകിഴങ്ങ് വറുത്തരച്ച് വെക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. കുറേ നാളായി നമ്മൾ ഉരുളൻകിഴങ്ങ് കറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും അതാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് തൊലി കളയാണ് കേട്ടോ. ഇത് ഗ്രേറ്റ് ചെയ്യണം, അതായത് ഇതിൻ്റെ തൊലി കളയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഈ വീടിൻ്റെ പരിസരത്ത് കാണാനില്ല. 2 ദിവസം മുൻപ് വരെ ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാൻ കത്തി എടുത്തു കേട്ടോ. എന്തായാലും കത്തി കൊണ്ട് വേഗം വേഗം പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇത്തിരി വലിപ്പമുള്ള കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ നാളികേരം വറുത്തരച്ചിട്ടാണ് കേട്ടോ ഉരുളൻകിഴങ്ങ് കറി വെക്കുന്നത്. കുറേ നാളായി ശരിക്കും അങ്ങനെ കറി കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും എനിക്കൊരു ആഗ്രഹം എന്തായാലും അങ്ങനെ കഴിക്കാമെന്നുള്ളതിൽ. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെ പണ്ട് വീട്ടിലുള്ള അപ്പം മെയിനായിട്ട് നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസത്തെ വിഭവം ഇതായിരുന്നു ഉരുളൻകിഴങ്ങ് വറുത്തരച്ച കറി. എൻ്റെ വീട്ടിലെ സംബന്ധിച്ച് എല്ലാത്തിലും നാളികേരം ചേർക്കും. മീനിലായാലും ഇറച്ചിയിലായാലും എന്തിനും. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ചിക്കൻ വെക്കായാലും അതിൽ നാളികേരപ്പാൽ വേണം. ബീഫ് വെക്കുകയാണെങ്കിൽ നാളികേരം വറുത്തരച്ച് വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. നാളികേരത്തിനോട് ഭയങ്കര പ്രിയ. നാളികേരം ഒഴിഞ്ഞൊരു കറി അവിടെ ഇല്ല. സാമ്പാറാണെങ്കിൽ വറുത്തരച്ച് വയ്ക്കും. അങ്ങനെയാണ് അമ്മയുടെ കറികളിൽ എല്ലാത്തിലും നാളികേരം ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് നാളികേരം കുറച്ചെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം. ഞാനവിടെ ചെല്ലുമ്പോൾ അങ്ങനെ നാളികേരം അധികം ചേർക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ സാമ്പാർ പൊടി നമുക്ക് നല്ല ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നാളികേരത്തിൻ്റെ ആവശ്യമില്ല. നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അപ്പച്ചൻ സമ്മതിക്കില്ല കേട്ടോ. പക്ഷേ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ കഴിയുമ്പോൾ പറയുമ്പോൾ സൂപ്പറായിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ അമ്മ വയ്ക്കുമ്പോൾ അതിൽ നാളികേരം തന്നെ അപ്പച്ചന് വേണം. അതെന്തോ അപ്പച്ചന് അതായിട്ട് അന്ന് അപ്പച്ചൻ സെറ്റായി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നാളികേരത്തിനോട് ഇത്ര ഇഷ്ടം. അതിപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് വീട്ടിൽ ചിക്കൻ വെച്ചു എന്ന് വിചാരിക്കുക. ചിക്കൻ വെച്ചാൽ അപ്പച്ചൻ ഒന്ന് വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും കുറച്ച് നാളികേരപ്പാലിൻ്റെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കും. അപ്പം ഞാനൊന്നും ഇങ്ങനെ നോക്കും പറയും അല്ലെങ്കിൽ വേണ്ട നാളികേരപ്പാൽ വേണ്ട നന്നായിട്ടുണ്ടെന്ന് പറയും. എപ്പോഴും നാളികേരം. പക്ഷേ വീട്ടിൽ നാളികേരം ഇല്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. നാളികേരം മേടിച്ചിട്ട് വേണം കറിയിലേക്കൊക്കെ ചേർക്കാനായിട്ട്. അതാണ് ഞാൻ പറയണതിൻ്റെ കാര്യം. നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് എത്ര നാളികേരം വേണം വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ അടുപ്പത്തേക്ക് ഏകദേശം ഞാൻ ആക്കാനുള്ള ലെവലിലൊക്കെ ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഓരോരുത്തർ ഏറ്റു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഉരുളൻകിഴങ്ങ് വെക്കണേലും മുൻപ് അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചൂടാക്കിയിട്ടില്ല. അതിന് പകരം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ മൊരിച്ചിട്ടാണ് ഇടുക കേട്ടോ. അപ്പം നമ്മളെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടുതൽ. അത് ബീഫ് വയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്താലും നല്ല രസമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. എനിക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെങ്കിലും ഏറ്റവും അധികം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കൂടുതൽ കാണുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എങ്കിലും പറയേണ്ടത് എൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റ് അയക്കാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയൊരു ഫീച്ചർ ഉണ്ട്, ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് വീഡിയോസിലാണ് അങ്ങനെ കണ്ടത്. നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു ഇമ്പ്രഷനാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ മാത്രം അതൊക്കെ ഒന്ന് ചെയ്യുക എനിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാർത്ത് വെക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ സ്ഥിരം ഇതുപോലെ ഇത് ചെയ്യാൻ കുറച്ച് കഞ്ഞളം ഒഴിച്ച് കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കമത്തി വെക്കും, പാല വെക്കും. അതന്നെ സംഭവം വെക്കും. അപ്പോൾ അതങ്ങനെ നമ്മുടെ പരിപാടി കഴിയുമ്പോഴേക്കും അത് ഏകദേശം സെറ്റായിട്ടുണ്ടാവും. പിന്നെ വേഗം മുട്ടയൊക്കെ എടുത്ത് 4-5 കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് കിച്ചൺ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുക്കളയിലേക്ക് മേടിക്കണം. കുഞ്ഞു കുറച്ച് സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പണി ചെറിയ പണികൾ നമ്മൾ എളുപ്പമാക്കാൻ പറ്റി ചെറിയ സംഭവങ്ങൾ കേട്ടോ നമ്മുടെ കിച്ചണിലേക്ക്. അത് നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യാനും നമുക്കൊരു ഇഷ്ടം കൂട്ടും. അതായത് നമ്മളിപ്പോൾ പുതിയൊരു പാത്രം മേടിച്ചു, നമുക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടം കൂടുതൽ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു പുതിയ പാത്രം മേടിച്ചു, പുതിയ കയ്യിൽ മേടിച്ചു, അല്ലെങ്കിൽ പുതിയ 2 ഗ്ലാസ് മേടിച്ചു. അപ്പോഴേക്കും നമുക്ക് അടുക്കളയിൽ കയറാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ പുതിയ ചൂല് മേടിച്ചു, അടിച്ചു വരാനൊക്കെ ഭയങ്കര ആകാംക്ഷ കൂടുതലാണ്. അങ്ങനെ ചെറിയ പുതിയ സാധനങ്ങളോട് നമുക്ക് ഒരു ഇഷ്ടം കൂടുമ്പോൾ നമ്മുടെ ആ ജോലികളൊക്കെ പെട്ടെന്ന് എളുപ്പമാക്കും കേട്ടോ. വലിയ കാശ് ചെലവുള്ള സംഭവങ്ങളൊന്നുമല്ല, കുഞ്ഞു സാധനങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ
അടുക്കളയിലേക്ക്. പക്ഷെ നമ്മുടെ അടുക്കളയുടെ ഭംഗിയും കൂട്ടും, നമ്മുടെ ജോലി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂട്ടും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇത് റെൻറ്റിനുള്ള വീടായതുകൊണ്ട് നമുക്കിവിടെ വേറെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും മേടിച്ച് വെക്കുക, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അധികം നോക്കാത്തത് കേട്ടോ. അപ്പം ഞാൻ നാളികേരം പൊതിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ചെരുകയാണ്. അത് ചെരുക്കിയിട്ട് നമ്മൾ ചെറിയ വെളിച്ചെണ്ണയിൽ വറുത്ത് അതിലേക്ക് കുറച്ച് ഉള്ളിയും അതേപോലെ ഒരു കഷ്ണം വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടണം. കറിവേപ്പില ഇപ്പോൾ ക്ഷാമമാണ്, കൊന്ന കറിവേപ്പിലൊക്കെ കഴിഞ്ഞു. അപ്പം അതൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്ത് മൊരിയിച്ചിട്ട് വേണം നമുക്ക് കറിയിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉള്ളി താളിക്കുമ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് താളിച്ചെടുക്കാം കേട്ടോ. അതേപോലെ ഈ നാളികേരം വറുക്കുമ്പോൾ നമുക്ക് നല്ല ജീരകം ഇടാനുണ്ടെന്ന് വെച്ചാൽ നല്ല ജീരകം ഇടാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും നല്ല അടിപൊളിയാണ്. അതുപോലെ നമ്മളിങ്ങനെയുള്ള കറികളിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. നമ്മുടെ നല്ല ജീരകം വറുക്കുക, അതിൻ്റെ കൂടെ ഒരു പിടി പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകമാണ് കൂടുതൽ എടുക്കേണ്ടത്. ഒരു പിടി നല്ല ജീരകം കൂടി എടുത്തിട്ട് നമ്മൾ നല്ല റെഡ് കളറാവണ വരെ നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് പൊടിക്കുക. അതൊരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വെക്കുന്ന മസാല ചേർത്തിട്ടുള്ള കറികൾ വയ്ക്കുമ്പോൾ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കറികളിലേക്ക് നമുക്കൊരു നാടൻ ലുക്കും നാടൻ ടേസ്റ്റും നല്ല കളറും കിട്ടും എല്ലാ കറിക്കും. അതിപ്പോൾ നമ്മൾ ബീഫ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ എന്ത് വെച്ചാലും നമുക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ്. ഞാനിവിടെ കൂടുതൽ അങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചിക്കൻ മസാലയും ഇങ്ങനെ ഓടി പോവുകയാണ് കേട്ടോ. നമ്മളെന്താ പറയുക, ഈ പോത്ത് വയ്ക്കുമ്പോൾ ബീഫൊക്കെ വരട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ മസാല ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത മസാലകൾ യൂസ് ചെയ്യേണ്ട, അതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നല്ലതാണ്. നല്ല മരുന്നും വെപ്പിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളി താളിക്കുകയാണ്. പിന്നെ എനിക്കിപ്പം ജോലിക്ക് പോകണം, മക്കൾക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, വേറെ വിഭവങ്ങളൊന്നുമില്ല. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊന്നും രാവിലെ അത്യധികം വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. ഞാൻ ജോലിക്ക് പോകാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉള്ള സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ രാവിലെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും. അതുപോലെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളും അത് മാക്സിമം ഒരു ചാറ് കറി, ഒരു ഉപ്പേരി, ഒരു വറവ്, അതിലും മേലെ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. പിന്നെ സൺഡേ ആയിരിക്കണം നമ്മൾ വല്ല ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെ മേടിക്കണമെങ്കിൽ. ഇപ്പോഴൊക്കെ അപൂർവം. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച ആവണം നമ്മൾ എന്തെങ്കിലും നോൺ വെജ് കഴിക്കണമെങ്കിൽ. അത് ചിലപ്പോൾ 1 കിലോ ബീഫായിരിക്കാം, അല്ലെങ്കിൽ ഒരു 2 കിലോ ചിക്കൻ ആയിരിക്കാം. അത് മേടിക്കണമെങ്കിൽ നമുക്ക് ഞായറാഴ്ച ദിവസമാണ് നമുക്കത് കിട്ടുക. പക്ഷേ ഇപ്പോഴത്തെ വീടുകളിൽ അങ്ങനെയല്ല. ചിലപ്പോൾ നമുക്ക് തോന്നുമ്പോൾ നമ്മളത് മേടിക്കും. മീനായാലും ചിക്കനായാലും ഒക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പണ്ട് അങ്ങനെയല്ലല്ലോ. അതേപോലെ പണ്ട് ചിക്കൻ മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2 ലെഗ് പീസ് ഉണ്ടാവുമല്ലോ ആകെ കൂടി. അപ്പോൾ ആ ലെഗ് പീസ് ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ചേട്ടനും. അപ്പച്ചന് നിർബന്ധമാണ് കേട്ടോ. അപ്പച്ചനത് സെപ്പറേറ്റ് എനിക്കും ചേട്ടനും കൂടെ അത് മാറ്റി തരും, വറുത്ത് വെക്കൂട്ടോ. അത് ഞങ്ങൾക്കുള്ളതാണ്. അതപ്പച്ചൻ ചെറിയ കഷ്ണങ്ങളാക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ലെഗ് പീസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ എൻ്റെ പാത്രത്തിലാക്കുകയാണ്. കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ മുട്ട പുഴുങ്ങിയത് അമ്മ ഇരുന്ന് തൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മോട് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജോലി സ്ഥലത്ത് ഓരോ വിശേഷങ്ങൾ, അതുപോലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് മാത്രമാണ് അമ്മേനായിട്ട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാനായിട്ടൊരു സമയം കിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈകുന്നേരം ഞാൻ വരുമ്പോൾ ഒരു 7 മണിയോട് കൂടിയിട്ടാവും. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ തിക്കും തിരക്കും ബഹളവും, പിന്നെ സംഭവം ജോലി വെറുതെ ഇരിക്കലൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് വരുമ്പോൾ ഒരു ക്ഷീണം തന്നെയാണ്. ഒരു ടയേർഡായ പോലെയാണ് നമ്മൾ വീട്ടിൽ വന്ന് കയറുക. പിന്നെ വന്ന് നമ്മളൊന്ന് മേലൊക്കെ കഴുകി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു. പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ ഒക്കെ തട്ടിമുട്ടിയൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ 8 മണിയൊക്കെ ആവും, 8-8:15 ആവും. അപ്പോഴേക്കും നമുക്ക് പ്രാർത്ഥനയുടെ സമയമായി. നമ്മൾ പ്രാർത്ഥന എത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ക്ഷീണമായി. പിന്നെ ഒരു 9-9:30 ആകുമ്പോഴേക്കും കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും സംസാരിക്കുക പകലാണ്. ഇപ്പം അമ്മ 2-3 ദിവസമായിട്ട് കുർബാനയ്ക്ക് പോക്കൊക്കെ കുറവായതുകൊണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസം അമ്മ പള്ളിയിൽ പോകാത്ത കാരണം അമ്മേനെ കാലത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെയാണ്, എന്താ വെച്ചാൽ എൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്നെ കൂടുതലായിട്ട് അറിയുന്ന ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്താണോ അതാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നത് തന്നെ. പിന്നെ വേറൊരു മുഖമുണ്ട്, അതെൻ്റെ മക്കളുടെ അടുത്താണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് തലവേദന കൂടുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരുന്നൊരു ഇതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഒരു സ്ത്രീക്കും ഒരു പുരുഷനായാലും ശരി, അവരുടേതായ ചില സമയത്ത് നമുക്ക് എപ്പോഴും ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങൾ, മറ്റുള്ള പുറത്തെന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ മാസത്തെ ചിലവുകളെ സംബന്ധിച്ചൊക്കെ വരുമ്പോൾ അവർക്ക് എപ്പോഴും ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില സമയങ്ങളിൽ അവരും ടെററാവും. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാൻ, കാരണം ചിലപ്പോൾ പുറത്ത് 100,000 പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നായിരിക്കും ചിലപ്പോൾ അവർ കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ അത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെയാണ് ഓരോ അമ്മമാർക്കും. നമുക്ക് മന്തിലി നമ്മുടെ പീരീഡ്സും കാര്യങ്ങളും നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്.
പ്രത്യേകിച്ച് ശാരീരികമായിട്ട് ഈ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ നമുക്ക് പുറത്തേക്ക്, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു പഴുപ്പോ മുറിവോ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ അയ്യോ അത് മുറിഞ്ഞുണ്ടല്ലേ, അയ്യോ അല്ലെങ്കിൽ അതിന് ചോര വരുന്നുണ്ടല്ലേ എന്ന് പറയുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന വേദനകളുണ്ടല്ലോ ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. മനസ്സിലായി? അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കുക എല്ലാവരും. ഒരാളുടെ ഒരു വയ്യായിക പറയുമ്പോൾ നാളെ അതൊന്ന് ചോദിക്കുക, കുറഞ്ഞോ മാറിയോ, അത് അവർക്കൊരു സന്തോഷമാണ്. അത് കുറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അയ്യോ നമ്മളെപ്പറ്റി അത് അന്വേഷിച്ചില്ല, നമ്മൾ അന്വേഷിക്കുക ഒരാളുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഇരട്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറയുള്ളൂ. നമ്മളെപ്പോഴും വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ആയാലും ജസ്റ്റ് ഒന്ന് ചോദിക്കുക. തലേദിവസം ചിലപ്പോൾ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടോ, പിറ്റേ ദിവസം കാണുമ്പോൾ നമ്മളൊന്ന് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ മഞ്ഞുമഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. എനിക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ എനിക്ക് കിട്ടിയ എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് അങ്ങനെ കുറേ സ്നേഹിക്കേണ്ട കുഞ്ഞു കുഞ്ഞേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു അമ്മായിമ്മയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ചോദിക്കാൻ മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിഷമം നമ്മുടെ അടുത്ത് കാണിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ബാധ വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. അപ്പം അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ചോറൂണും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ജോലിക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ജോലി സ്ഥലത്തെത്തി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.